ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടുക്കും അറിവില്ലാത്ത ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ ഈ സിറിയയിൽ യുദ്ധമുണ്ടായ സമയത്ത് സിറിയയിൽ നിന്ന് ഒരുപാട് അഭയാർത്ഥികൾ, ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ നാട് വിട്ടപ്പോ അവർ നേരെ പോയത് യൂറോപ്പിലേക്കാണല്ലോ. എന്തുകൊണ്ടാണ് മുസ്ലിം രാജ്യങ്ങൾ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ ഈ സിറിയയിൽ നിന്നുള്ള മുസ്ലിങ്ങളെ സ്വീകരിക്കാത്തത്, അഭയാർത്ഥികളായി സ്വീകരിക്കാത്തത് അവരുടെ രാജ്യങ്ങളിലേക്ക് എന്ന ഒരു ചോദ്യം എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേപോലെ ചോദിക്കുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് സൗദി അറേബ്യ സിറിയയിലത്തെ ആളുകളെ എടുക്കാത്തത്? എന്തുകൊണ്ടാണ് UAE, ഖത്തർ, കുവൈത്ത് ഇവരൊന്നും തന്നെ ഈ സിറിയയിൽ നിന്നുള്ള മുസ്ലിങ്ങളെ എന്തുകൊണ്ട് അഭയാർത്ഥികളായി സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രം ഇങ്ങനെ വലിയ ഹൃദയവിശാലത കാണിച്ചുകൊണ്ട് ഇവരെ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? അപ്പൊ നിങ്ങൾക്ക് മുസ്ലിങ്ങളെ തന്നെ ഇഷ്ടമല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡയലോഗുകളുടെ മേലെ ഡയലോഗുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ടും ഇത് ആരും തന്നെ ഇങ്ങനെ കൊട്ടിഘോഷിച്ച് പറയാത്തത് കൊണ്ടുമാണ് ജനങ്ങൾക്ക് അറിയാത്തത്. ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാല് എല്ലാ ഗൾഫ് രാജ്യങ്ങളും, എല്ലാ അറബ് രാജ്യങ്ങളും, തുർക്കി ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും സിറിയയിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികളെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ യൂറോപ്പിൽ കൊട്ടിഘോഷിച്ച ആൾക്കാരനെ ലൗഡ് സ്പീക്കർ വെച്ച് വിളിച്ച് അറിയിക്കുന്നത് പോലെ ഇവിടെ ആരും അറിയിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതേ വിഷയകരമായിട്ട് സൗദി അറേബ്യയിലത്തെ ഫോറിൻ മിനിസ്റ്ററോട് ഒരു പത്രക്കാരി ചോദിച്ചതാണ് ഇതേ ചോദ്യം. എന്തുകൊണ്ടാണ് സൗദി അറേബ്യ സിറിയയിൽ നിന്നുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കാതിരുന്നത്? യൂറോപ്പൊക്കെ സ്വീകരിച്ചല്ലോ, തുർക്കി 20 ലക്ഷം പേരെ സ്വീകരിച്ചല്ലോ, എന്തുകൊണ്ട് സൗദി അറേബ്യ ഒരു സിറിയനെ പോലും സ്വീകരിക്കാഞ്ഞത് എന്ന് ഒരു പത്രക്കാരി ചോദിക്കുകയാണ്. ആ ചോദ്യവും പിന്നെ അതിനോട് തുടർന്ന് ആ സൗദി അറേബ്യത്തെ ഫോറിൻ മിനിസ്റ്ററുടെ മറുപടി നമുക്കൊന്ന് കേൾക്കാം. And some Turkish people are criticizing Saudi Arabia on the grounds that Saudi Arabia isn't accepting refugees and it isn't doing enough for refugees as a rich country. And as you said, there is a responsibility. You said that Saudi Arabia has a responsibility. അപ്പോൾ ഇതാണ് ആ ചോദ്യം. ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം സംഘികളും ക്രിസംഖികളും നിരീശ്വരവാദികളും ഒരേപോലെ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ആ പത്രക്കാരി ചോദിച്ചത്. ഇനി മറുപടിയിലേക്ക് കടക്കാം. I think we could have done a better job explaining what we've done with Syrian refugees. Saudi Arabia has issued more than 2.5 million visas to Syrian refugees since the crisis began. We put out a statement. Nobody noticed it. 2.5 million came to Saudi Arabia. I think 600,000 or 700,000 still remain in Saudi Arabia. Not one of them lives in a refugee camp. And not one of them lives in a tent, because the custodian of the two holy mosques ordered that all Syrians who come to Saudi Arabia be provided residency permits so they can send their kids to school, so they can have access to medical care, and they can have access to social security, and they can get a job. We don't have one Syrian. Of all the Syrians who came to Saudi Arabia, 2.4 million, not one of them lives in a tent. And the same thing we did with Yemenis. Since the war in Yemen began, almost 1 million Yemenis came to Saudi Arabia as refugees. And the same policy was applied to Yemenis. Not one of them lives in a refugee camp, and not one of them lives in a tent. And we don't brag about it, and we don't put TV cameras in front of them, because that, to us, is what our culture is all about. These people came because their homes were devastated. They came seeking refuge and shelter and safety in Saudi Arabia, and we provided for them in a way that is dignified, in a way that doesn't humiliate them, in a way that allows them and their children to lead as normal a life as possible given the circumstances. So I really appreciate the question, so I can educate the audience about our. അതായത് സിറിയയിൽ നിന്നുള്ള 25 ലക്ഷം സിറിയക്കാരനെയാണ് സൗദി അറേബ്യ സ്വീകരിച്ചത്. അതേപോലെ തന്നെ യമനിലത്തെ ലക്ഷക്കണക്കിന് യമനികളെയാണ് സ്വീകരിച്ചത്. അതിന് പുറമെ ഇപ്പൊ ഈ സിറിയയിലത്തെ പ്രശ്നം തീർന്നല്ലോ, അങ്ങനെ കുറെ ആൾക്കാർ തിരിച്ചുപോയി. അങ്ങനെ തിരിച്ചു പോയിട്ട് പോലും 6 ലക്ഷം സിറിയക്കാർ ഇപ്പോഴും സൗദി അറേബ്യയിൽ ജീവിക്കുന്നുണ്ട്. അതിന് പുറമെ 25 ലക്ഷം സിറിയക്കാർ സൗദി അറേബ്യയിലേക്ക് വന്നപ്പോ ഒരൊറ്റ സിറിയക്കാരനെയും കമ്പി വേലിക്കകത്തിട്ടുകൊണ്ട് ഒരു റെഫ്യൂജി ക്യാമ്പ് ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടില്ല എന്നാണ് ആ ഒരു വിദേശകാര്യ മന്ത്രി പറയുന്നത്. അതിന് പുറമെ ഒരൊറ്റ സിറിയക്കാരനെയും ടെന്റ് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ താമസിച്ചോ എന്ന് പറഞ്ഞിട്ടും ഇട്ടിട്ടില്ല. മറിച്ച് 25 ലക്ഷം സിറിയക്കാർക്കും വിസ കൊടുത്ത് അവർക്ക് ജോലി അന്വേഷിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്ത് അങ്ങനെ തൊഴിൽ കൊടുത്ത് അവർക്ക് സൗകര്യമായിട്ട് സ്വതന്ത്രമായിട്ട്
ബാക്കി എല്ലാവരും എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ സ്വതന്ത്ര വ്യക്തികളായിട്ട് ജീവിക്കാനുള്ള അവസരമാണ് ഞങ്ങൾ ഒരുക്കി കൊടുത്തത്. അതിനു പുറമെ 25 ലക്ഷം പേരെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഉറക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ച് ആൾക്കാരനെ അറിയിച്ചിട്ടുമില്ല. അത് മാത്രമല്ല, എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യം, അവരവർക്ക് വേണ്ട വിദ്യാഭ്യാസം നേടാനുള്ള അവസരം, ജീവിക്കാനുള്ള അവസരം, സിറിയൻസിന്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ വരെ എല്ലാതും ഞങ്ങളാണ് ചെയ്തു കൊടുത്തത്. അല്ലാതെ മറ്റു രാഷ്ട്രങ്ങളെ പോലെ അവരുടെ കമ്പിവേലിക്കകത്തിട്ട് കെട്ടിപ്പൂട്ടിയിടുക, ടെന്റ് അടിച്ചിട്ട് അതിൽ ജീവിച്ചോ പറയാം, എന്നിട്ട് കുറെ ക്യാമറ ഫിറ്റ് ചെയ്യുക, ഇവരെന്താണ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ വാർത്തകളിൽ ഞങ്ങൾ യൂറോപ്യൻസ് ഒരുപാട് ലക്ഷം ആൾക്കാർ എടുത്തേന്നും പറഞ്ഞിട്ട് ഒച്ചയും ബഹളം കൂട്ടുക, ആ സ്വഭാവം ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു തെറ്റിദ്ധാരണ വരാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ എല്ലാ വാർത്തയിലും ഇങ്ങനെ ചെയ്തു എന്ന് പറയാത്തത് കാരണമാണ്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഇസ്ലാം മതത്തിന്റെ മഹത്വം തന്നെയാണ്. ഇസ്ലാം മതത്തിൽ ആരും തന്നെ ആരുടെയും അടിമയല്ല, എല്ലാവർക്കും തുല്യത, എല്ലാവർക്കും നല്ല രീതിയിലുള്ള ജീവിതം. അതേപോലെ തന്നെ ഒരു വ്യക്തി കാലാകാലം ദാനധർമ്മങ്ങളിൽ കഴിയുന്നതിന് പകരം അയാൾക്കൊരു ജോലി ഉണ്ടായി കൊടുത്താൽ അയാൾ പിന്നെ ആ ജോലിയുമായിട്ട് നല്ല അഭിമാനത്തോടു കൂടി ജീവിച്ചോളും എന്നുള്ള കാഴ്ചപ്പാടൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇസ്ലാമികമായ രീതിയിൽ തന്നെയാണ് എല്ലാവർക്കും മനുഷ്യന്മാരായിട്ട് മറ്റുള്ള മനുഷ്യന്മാരുടെ കൂടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഈ സൗദി അറേബ്യ കൊടുത്തത്. അപ്പൊ അതാണ് ഏറ്റവും നല്ല മാർഗം. അല്ലാതെ യൂറോപ്യൻസ് ചെയ്യുന്നത് പോലെ ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾ ഉന്നതർ, നിങ്ങൾ നീചർ, നിങ്ങൾ അവിടെ കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പളക്കുക, എന്നിട്ട് കുറെ വാർത്ത ഉണ്ടാക്കുക, എന്നിട്ട് ഇതൊക്കെ കുട്ടിഘോഷിക്കുക, ഞങ്ങൾ വലിയ കാര്യം ചെയ്തു പറഞ്ഞിട്ട് ലോകത്തിനെ കാണിക്കുക. അതൊന്നും തന്നെയല്ല അതിന്റെ യഥാർത്ഥ രീതി. മനുഷ്യത്വപരമായ രീതി എന്ന് പറയുന്നത് ഈ സൗദി അറേബ്യ കാണിച്ചത് തന്നെയാണ്. ഈ സൗദി അറേബ്യയില് 3.5 കോടി ജനങ്ങളാണുള്ളത്. അതിൽ 1,30,00,000 ആളുകളും വിദേശികളാണ്. ആ വിദേശികൾക്ക് വന്നിട്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്ത് പണമുണ്ടാക്കാനും സുഖസുന്ദരമായി സൗദി അറേബ്യയിൽ ജീവിക്കാനും ആ ഒരു ശമ്പളം കൊണ്ട് അയാളുടെ കുടുംബം ലോകത്ത് എവിടെയായാലും സുഖസുന്ദരമായി ജീവിക്കാനുമുള്ള അവസരമാണ് സൗദി അറേബ്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 1,30,00,000 പേർക്ക്. ആ കൂട്ടത്തിലേക്കാണ് ഈ പറയുന്ന സിറിയയിൽ നിന്ന് മാത്രം 25 ലക്ഷം ആളുകൾ കൂടി വരുന്നത്. അവർക്കും ജോലി കൊടുക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്നുകൂടി മനസ്സിലാക്കുക. അങ്ങനെ പ്രാപ്തി ഉണ്ട് എന്ന് മാത്രമല്ല, ആ ഒരു പ്രാപ്തി മുതലെടുത്തുകൊണ്ട് 25 ലക്ഷം സിറിയക്കാർക്ക് നല്ലൊരു ജീവിതം തന്നെയാണ് അവർ കൊടുത്തത്. അതുകൊണ്ടാണ് 6 ലക്ഷം പേര് ഇപ്പോഴും തിരിച്ചു പോകാത്തതും. ഇനി ഈ 1,30,00,000 വിദേശികളിൽ 30 ലക്ഷം ഇന്ത്യക്കാരാണുള്ളത്. ഈ 30 ലക്ഷം ഇന്ത്യക്കാരിൽ നിരവധി സൗദി അറേബ്യനെ വെറുക്കുന്നവരും ഇസ്ലാം മതത്തിനെ വെറുക്കുന്നവരും മുസ്ലിങ്ങളെ വെറുക്കുന്നവരും മുസ്ലിങ്ങൾ തകർന്ന് തരിപ്പണമാവണം, സൗദി അറേബ്യ നശിക്കണം എന്ന് ചിന്തിക്കുന്ന 10,000-കണക്കിന് പേർ പോലും സൗദി അറേബ്യയിൽ പോയിട്ടാണ് ജോലി ചെയ്ത് സമ്പത്തുണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയിൽ വന്നിട്ട് വർഗീയവാദം കളിക്കുന്നത്, മുസ്ലിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതമാണ്, മനുഷ്യത്വമാണ് ഏറ്റവും മുകളിൽ. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് മതവിശ്വാസം എന്ന് പഠിപ്പിക്കുന്ന ഒരു സംഹിതയാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത് എന്ന് തെളിയിച്ചുകൊണ്ടാണ് സൗദി അറേബ്യ ഈ രൂപത്തില് മനുഷ്യത്വപരമായിട്ട് മനുഷ്യരനെ സഹായിച്ചുകൊണ്ടാണ്, മനുഷ്യർക്ക് എല്ലാവർക്കും സംഖ്യകൾക്ക് വരെ വിഷസംഖ്യകൾക്ക് വരെ ജീവിതം കൊടുത്തുകൊണ്ടാണ് ഈ സൗദി അറേബ്യ ഒരു ഉദാഹരണമായി മാറുന്നത്. എന്നിട്ട് ആ ഒരു സൗദി അറേബ്യനെ കിട്ടുന്ന രീതിയിലൊക്കെ പച്ചത്തെറി പറയാ, അവഹേളിക്കുക, എന്നിട്ട് കുറെ കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് അവിടെ സിറിയത്തെ മുസ്ലിങ്ങളെ കൊണ്ടുവരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപമാനങ്ങൾ മാത്രം പറഞ്ഞു നടക്കുന്ന കുറെ വഷളന്മാരോട് നമ്മൾ എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. അവര് അസൂയ കൊണ്ട് നിറഞ്ഞ വാക്കുകൾ പറഞ്ഞ് മരിച്ചു പോകും എന്നല്ലാതെ ഏത് രൂപത്തിലാണ് ആ കോവാലൻ അസൂയ പറഞ്ഞ് മരണപ്പെട്ടു പോയത്, അതേപോലെ തന്നെ ഇവന്മാരും അസൂയ പറഞ്ഞ് മരണപ്പെട്ടു പോകും എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.